ദിനം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാൻ. നമ്മൾ ഇന്ന് കൂടി വന്നിരിക്കുന്നത് മെയിൻലി പ്രാർത്ഥനയ്ക്കായിട്ടാണ്. അനേക വിഷയങ്ങൾ ഓർത്ത് അനേകർക്ക് വേണ്ടി ഇടനില നിന്നുകൊണ്ട് യാചിപ്പാനും നമുക്ക് ലഭിച്ച നന്മകൾക്കായിട്ട് സ്തോത്രം ചെയ്യുവാനുമായി നാം കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നേ ദിവസത്തെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഓർഡർ ഒന്ന് പറയാം. ആദ്യമായിട്ട് പ്രൈസ് ആൻഡ് പ്രെയർ ബൈ സിസ്റ്റർ മേരി ഏബ്രഹാം. അതിനുശേഷം 2 ഗാനങ്ങൾ ആലപിക്കുവാനായിട്ട് സിസ്റ്റർ ഷേർലി ബാബുക്കുട്ടി നമ്മോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. മെസ്സേജ് ഷീബ ജോണി സിസ്റ്ററാണ്. 20 മിനിറ്റ്സിന് മെസ്സേജ്. അതിനുശേഷം ബ്രേക്ക് ഔട്ട് റൂമിലേക്ക് പോയി നാം വിവിധ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ആണ്. 7:25 വരെ പ്രാർത്ഥനയ്ക്കുള്ള ടൈമാണ്. അതിനുശേഷം മീറ്റിംഗ് വിൽ ബി ക്ലോസ്ഡ് ബൈ പ്രെയർ സിസ്റ്റർ ബീന ജോണി. ഇത്രയുമാണ് ഇന്ന് നമ്മൾ ആഗ്രഹിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ നെറ്റ്വർക്കിന് യാതൊരു ഇഷ്യൂ ഉണ്ടാകാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായും ചന്തമായും ദൈവനാമ മഹത്വത്തിനായിട്ട് തുടരത്തക്കവണ്ണം എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം ഇരിക്കണമേ എന്നപേക്ഷിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ മീറ്റിംഗ് പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുവാനായിട്ട് വളരെ സ്നേഹപൂർവ്വം സിസ്റ്റർ മേരി എബ്രഹാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സിസ്റ്റർ മേരി. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾക്ക് വീണ്ടും അവിടുത്തെ പാദപീഠത്തെങ്കിലായിരിക്കാൻ നൽകി തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് അവിടുത്തെ പാദപീഠത്തെങ്കിൽ ഞങ്ങൾക്ക് ഏക ഹൃദയത്തോടെ കടന്നു വരുവാൻ, പ്രാർത്ഥനയ്ക്കായി കടന്നു വരുവാൻ നൽകി തന്ന നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ആവശ്യമായ കൃപകൾ നൽകുകയും ചെയ്യണമേ. കർത്താവെ, ഈ 209ാമത് സൂം മീറ്റിംഗ് നടത്തുവാൻ തക്കവണ്ണം കർത്താവ് ബലപ്പെടുത്തിയല്ലോ. അതിനായി സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന സഹോദരങ്ങൾക്കായിട്ട് പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. അവരെ തുടർന്നും കൂടുതലായി ബലപ്പെടുത്തണമേ. ഇതുവരെയും ബലപ്പെടുത്തിയ എല്ലാ നന്മകളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ മീറ്റിങ്ങിന്റെ ആദ്യോടന്തം അവിടുത്തെ കൃപ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. കർത്താവെ, ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഈ ലീഡ് ചെയ്യുന്ന സിസ്റ്റർ സാറ മാത്യു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതെല്ലാം ഭംഗിയായി നിർവഹിക്കുവാൻ മകളെ സഹായിച്ചു വരുന്നതിനായി സ്തോത്രം. ഇന്നേക്കും ആവശ്യമായ കൃപ അവിടുന്ന് കൊടുക്കണമേ. കർത്താവെ, ഷെർലി ബാബുക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2 പാട്ടുകൾ പാടേണ്ടതായിട്ടുണ്ട്. കർത്താവെ, അവിടുത്തെ നാമ മഹിമയ്ക്കായിട്ട് അത് പാടുവാൻ തക്കവണ്ണം മകളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ മെസ്സേജ് നൽകുന്ന സഹോദരി ഷീബയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മകളെ ഇതിന്റെ എല്ലാം നേതൃത്വം വഹിപ്പാൻ കർത്താവ് ഇതുവരെയും സഹായിച്ചല്ലോ. തുടർന്നും ആരോഗ്യവും ബലവും എല്ലാം കൊടുത്ത് കർത്താവെ കൂടുതലായി സഹായിക്കുകയും ഇന്നേക്ക് ആവശ്യമായ കൃപ അവിടുന്ന് നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ഇവിടെ വന്നുകൂടുന്ന ഓരോരുത്തർക്കും ആവശ്യമായ ഞങ്ങൾക്ക് ലഭിക്കുവാൻ ആവശ്യമായ കൃപ ലഭിപ്പാൻ കർത്താവെ മെസ്സേജ് തരുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് ആ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിനുശേഷം ഞങ്ങളെ ഗ്രൂപ്പ് തിരിഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് തിരിയുമ്പോഴും കർത്താവിന്റെ കൃപ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. കർത്താവെ, സഹായിക്കണമേ. കർത്താവെ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് നിവർത്തിക്കുവാൻ തക്കൊണ്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഓപ്പർച്യൂണിറ്റിക്ക് സ്തോത്രം. അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാൻ ഓരോരുത്തരെയും സഹായിക്കണമേ. കർത്താവെ, ആ ഗ്രൂപ്പ് ഒക്കെയും മാനേജ് ചെയ്യുന്ന പിരിക്കുവാൻ മാനേജ് ചെയ്യുന്ന സഹോദരിമാരെയും അവിടുന്ന് ബലപ്പെടുത്തണം. കർത്താവെ, അതുപോലെ ഇന്റർനെറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ വണ്ണം കർത്താവെ അവിടുന്ന് കാത്തുകൊള്ളണമേ. അങ്ങനെ ആദ്യോടന്തം അവിടുത്തെ കൃപ ഞങ്ങൾ അനുഭവിച്ച് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് എന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പിതാവെ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ.
താങ്ക് യു സിസ്റ്റർ. എല്ലാ വിഷയങ്ങളും ഓർത്ത് പ്രാർത്ഥിച്ചു. താങ്ക് യു സോ മച്ച്. അടുത്തതായി നമുക്ക് രണ്ട് ഗാനങ്ങൾ ശ്രവിക്കാവുന്നതാണ്. സിസ്റ്റർ ഷേർലി ബാബുക്കുട്ടി മുംബൈയിൽ നിന്നും ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് രണ്ട് ഗാനങ്ങൾ ശ്രവിക്കാം. സിസ്റ്റർ ഷേർലി. കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. കേൾക്കാം കേൾക്കാം. വീഡിയോ വരുന്നില്ലേ? സാറേ, കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. കരുണാനിധിയേ കാൽവരി അൻപേ, നീ മാത്രമാണെനിക്കാധാരം, നീ മാത്രമാണെനിക്കാധാരം. കൃപയേകേണം കൃപാനിധിയേ, 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 കൃപയേകേണം കൃപാനിധിയേ, കൃപാനിധിയേ, കൃപാനിധിയേ. മുൻപേ പോയാ നിൻ പിൻപേ ഗമിപ്പാൻ, നീ മാത്രമാണെനിക്കാധാരം, നീ കരുണാനിധിയേ കാൽവേരി അൻപേ, നീ മാത്രമാണെനിക്കാധാരം. മാറായലീമിൽ പാറയിൻ വെള്ളം മാറാത്തുനേകും മാധുര്യമന്ന, മാറായലീമിൽ പാറയിൻ വെള്ളം മാറാത്തുനേകും മാധുര്യമന്ന. പാറയാം യാഗന്റെ പകൽ ധ്യാനം, യോർദാന്റെ തീരമെന്നാശ്വാസം, യോർദാന്റെ തീരമെന്നാശ്വാസം. കരുണാനിധിയേ കാൽവരി അൻപേ, നീ മാത്രമാണെനിക്കാധാരം. എന്നൻ സിയോനെ ചെന്നങ്ങു കാണും അന്നൻ കണ്ണീരും മാറും കനാലിൽ. എന്നൻ സിയോനെ ചെന്നങ്ങു കാണും അന്നൻ കണ്ണീരും മാറും കനാലിൽ. ഭക്തർ ശ്രവിക്കും കർത്തൃകഹേളം, വ്യക്തമായി കാണും എൻ്റെ രക്ഷകനെ, വ്യക്തമായി കാണും എൻ്റെ രക്ഷകനെ. കരുണാനിധിയേ കാൽവരി അൻപേ, നീ മാത്രമാണെനിക്കാധാരം, നീ മാത്രമാണെനിക്കാധാരം. പാട്ട്. പ്രത്യാശയേറിടുന്നെന്നാഥ നിൻകൂടെ വാണിടുവാൻ, കാതോർത്തിരിക്കുന്നെന്നും നാഥ കാഹളധ്വനി കേൾപ്പനായി. കാലങ്ങളേറെയായി കഷ്ടങ്ങളേറിടുന്നേ,
താമസമോ കാത്തിരിക്കുന്നേ ഞാൻ എൻ്റെ കാന്തനോടൊത്തു വാഴുവാൻ. കാത്തിരിക്കുന്നേ ഞാൻ എൻ്റെ കാന്തനോടൊത്തു വാഴുവാൻ. വീടൊന്നൊരുക്കി വേഗം വന്നിടാമെന്ന നല്ല വാഗ്ദത്തം നൽകി വാനിൽ പോയവനെ വാഞ്ചിച്ചു പാർത്തിടുന്നേ ഞാൻ നിത്യ വിശ്രമ വീട്ടിലെത്തുവാൻ. വാഞ്ചിച്ചു പാർത്തിടുന്നേ ഞാൻ നിത്യ വിശ്രമ വീട്ടിലെത്തുവാൻ. ആണിയാൽ തുളച്ചതാം പാണികൾ നീട്ടി എന്നെ ആശ്ലേഷിച്ചിടും നല്ല നാളടുത്തു. ആനന്ദിച്ചാർത്തിടുന്നു നാഥ നിൻ പൊന്മുഖം കാണുവാൻ. ആനന്ദിച്ചാർത്തിടുന്നു നാഥ നിൻ പൊന്മുഖം കാണുവാൻ. പാപച്ചെണിയിൽ നിന്നും പാദങ്ങൾ ഉയർത്തി നീ പാടുവാൻ നോവിൽ പുതുപാട്ടും നൽകി. പാപച്ചെണിയിൽ നിന്നും പാദങ്ങൾ ഉയർത്തി നീ പാടുവാൻ നോവിൽ പുതുപാട്ടും നൽകി. പാരിതിൽ പാർത്തിടും നാൾ പ്രിയനെ പാടിടും നിൻ മഹത്വം. പാരിതിൽ പാർത്തിടും നാൾ പ്രിയനെ പാടിടും നിൻ മഹത്വം. പ്രത്യാശയേറിടും നാഥ നിൻ കൂടെ വാണിടുവാൻ. കാതോർത്തിരിക്കുന്നെന്നും നാഥ കാഹളധ്വനി കേൾപ്പാനായി. കാതോർത്തിരിക്കുന്നെന്നും നാഥ കാഹളധ്വനി കേൾപ്പാനായി. താങ്ക് യു സിസ്റ്റർ ഷേർലി. നല്ല മനോഹരമായ രണ്ട് ഗാനങ്ങൾ നമ്മൾക്ക് ശ്രവിക്കുവാൻ. ആദ്യത്തെ നീ മാത്രമാണ് എനിക്ക് ആധാരം, അതുമാത്രമാണ് നമുക്ക് പറയുവാനുള്ളത്. രണ്ടാമത്തെ പാട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, പ്രിയൻ്റെ മഹത്വം പാടാനായിട്ട്. ദൈവം തന്ന കൃപാവരം ദൈവനാമ മഹത്വത്തിനായിട്ട് ഇനിയും ഉപയോഗിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ധാരാളമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. അടുത്തതായി നമുക്ക് 20 മിനിറ്റ്സ് നേരത്തേക്ക് നമ്മുടെ മെസ്സേജിനുള്ള സമയമാണ്. അതുകൊണ്ട് ഇപ്പോൾ അവരുടെ കറണ്ട് പോയിരിക്കണം. നമുക്ക് 66-ാം സങ്കീർത്തനം തന്നെ നോക്കാം. ഇന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് ആ സഹോദരി തിരഞ്ഞെടുത്തത് 66-ാം സങ്കീർത്തനമാണ്. നമുക്കത് ഒന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും, എനിക്ക് പ്രത്യേകിച്ച് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഖ്യ. എല്ലാ സങ്കീർത്തനവും നല്ലതാണ്. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാമോ? കേൾക്കാം. വെരി ലൗഡ് ആൻഡ് ക്ലിയർ. താങ്ക് യു. അപ്പൊ 66-ാം സങ്കീർത്തനം മുഴുവൻ വായിക്കാൻ നമുക്ക് സമയമല്ലേ, 20 മിനിറ്റ് അല്ലേ ഉള്ളൂ. 20 വാക്യമാണുള്ളത്. അത് നമുക്ക് അതിന് ഞാനിങ്ങനെ ഇന്ന് രാവിലെ പറഞ്ഞപ്പോൾ ഒന്നുകൂടെ ഒന്ന് നോക്കി എന്നേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ് അത്. ഞാനിങ്ങനെ നോക്കി പഠിച്ചപ്പോൾ, അല്പസമയം ധ്യാനിച്ചപ്പോൾ, അത് 3 ഭാഗമായിട്ട് നമുക്ക് ആ സങ്കീർത്തനത്തെ വേർതിരിച്ച് നമുക്ക് വായിച്ച് നമുക്കത് പഠിക്കാവുന്നതാണ്. ഒന്നാമത് അതായത് 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ അത് നോക്കുമ്പോൾ ജാതികളോടുള്ള ഒരു ആഹ്വാനമാണ്. ദൈവത്തെ സ്തുതിക്കുവാനും കർത്താവിനെ പുകഴ്ത്തുവാനുമുള്ള ആഹ്വാനമാണ്. 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അത് സർവഭൂമിക്കുള്ള ജാതികളോടുള്ള ഒരു ആഹ്വാനമായിട്ട് നമുക്ക് നോക്കാം. അതിനുശേഷം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് തൻ്റെ ജനമായ ഇസ്രായേലിനോട് പറയുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ഒരു ആഹ്വാനമായിട്ട് നമുക്ക് നോക്കാം.
പിന്നെ ബാക്കി കാര്യങ്ങൾ 13 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങൾ വ്യക്തിപരമായിട്ട്, അവിടെ ദാവീദ് പറയുന്നത് ഞാൻ, എൻ്റെ എന്നൊക്കെ പറയുമ്പോൾ വ്യക്തിപരമായിട്ട്. അപ്പൊ ഇങ്ങനെ 3 ഭാഗമായിട്ട് വിശദീകരിച്ച് നമുക്ക് ഈ സങ്കീർത്തനം പഠിക്കാവുന്നതാണ്. അത് 66 സങ്കീർത്തനം ആരംഭിക്കുന്നതിന് മുമ്പേ 65 സങ്കീർത്തനം തന്നെ 11 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, ഞാനതൊന്ന് വായിക്കാം. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു, കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു, മേച്ചൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു, അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. നോക്കുക, പ്രകൃതി ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഭവമാണ് നാം ഇവിടെ കണ്ടതല്ലേ. പ്രകൃതി കർത്താവിനെ ആരാധിക്കുമ്പോൾ തുടർന്നുള്ള 66 സങ്കീർത്തനത്തിൽ പറയുന്ന ജാതികൾ കർത്താവിനെ ആരാധിക്കണം, ഇസ്രായേൽ കർത്താവിനെ ആരാധിക്കണം, നാം ഓരോരുത്തരും വ്യക്തികളായിട്ട് കർത്താവിനെ ആരാധിക്കണം. ഇത് നമുക്ക് വളരെ ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ വളരെയധികം കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. 20 മിനിറ്റ് കൊണ്ടൊന്നും പറഞ്ഞാൽ തീരുന്നതല്ല. അത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ധ്യാനിച്ചതായതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുമല്ലോ. 1 മുതൽ 7 വാക്യങ്ങളിൽ അവിടെ പറയുന്നത് ജാതികൾക്ക് ഉള്ള ആഹ്വാനമാണ്. എന്താണ് അതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്? സർവഭൂമിയുമായുള്ളവരെ സർവഭൂമിയുമായുള്ളവരെ ദൈവത്തിന് ഘോഷിപ്പിൻ, അവന്റെ നാമത്തിന്റെ മഹത്വം കീർത്തിപ്പിൻ, അവന്റെ സ്തുതി മഹത്വീകരിപ്പിൻ. നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം, നിന്റെ ശക്തിയുടെ വലുപ്പത്തെ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. അങ്ങനെ 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 അങ്ങ് വന്നിട്ട് അവൻ പിന്നെ 6-7 വാക്യങ്ങൾ, അവൻ തന്റെ ശക്തിയാൽ എന്നേക്കും വാഴുന്നു, അവന്റെ കണ്ണ് ജാതികളെ നോക്കുന്നു. അപ്പൊ ജാതികളെ നോക്കുന്ന ഒരു ദൈവം. ഈ ജാതികൾക്ക് വേണ്ടിയാണ് ദൈവം ഇസ്രായേൽ മക്കളെ വേർതിരിച്ചത്. കാരണം ഇസ്രായേൽ മക്കളിൽ കൂടെ ഇസ്രായേൽ മക്കളിൽ കൂടെ ലോകമാകമാനമുള്ള ജാതികൾ അല്ലെങ്കിൽ ജനങ്ങൾ കർത്താവിനെ അറിയണം. അതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് ശമര്യ സ്ത്രീയോട് പറയുന്ന രക്ഷ എവിടെ നിന്ന് വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലുണ്ട്. രക്ഷ ഇസ്രായേലിൽ നിന്ന് വരുന്നു. ഇസ്രായേലിൽ കൂടെയാണ് രക്ഷ വരുന്നത്. നമുക്കതറിയാം. കർത്താവായ യേശുക്രിസ്തു ഇസ്രായേലിൽ കൂടെയാണ് വന്നത്. ഇസ്രായേലിൽ കൂടെ ഒരു പിന്നെ ബേത്ലഹേമിൽ ജാതനായത് ഇസ്രായേൽ സന്തതി, ദാവീദിന്റെ സന്തതിയായിട്ട്, ദാവീദിന്റെ രാജാവായിട്ട് ഇസ്രായേൽ കൂടെയാണ് വന്നത്. അതുകൊണ്ട് ഇസ്രായേൽ കൂടെ വന്ന ആ രക്ഷ ജാതികൾക്കും എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്നതാണ് ഇവിടെ ഈ 66-ന്റെ 1 മുതൽ 7 വാക്യങ്ങളിൽ ജാതികളോട് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ വിസ്തരിക്കാൻ നമുക്ക് സമയം പോരല്ലോ. സർവഭൂമിയുമുള്ളവരെ ദൈവത്തിന് ഘോഷിക്കുക. ഈ ജാതികളെല്ലാം ആരെയാണ് ഘോഷിക്കുന്നത്? വിഗ്രഹങ്ങളെ അല്ല, ദൈവത്തിന്. അത് പറഞ്ഞ അവന്റെ നാമത്തിന്റെ മഹത്വം കീർത്തിക്കണം. ദൈവത്തിന്റെ നാമം പോലെയുള്ള ഒരു നാമം ഭൂമിയിൽ വേറെ എങ്ങും ഇല്ല എന്ന് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. നമുക്കറിയാം, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തില് അവിടെ എന്താ പറയുന്നത്? കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ട് സകലനാമത്തിന് മേലായ നാമം നൽകിയിട്ട് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാം നാവെല്ലാം കർത്താവിനെ സ്തുതിക്കും. അതുകൊണ്ട് കർത്താവിനെ ആരാധിക്കുക, ദൈവത്തെയാണ് നാം ആരാധിക്കേണ്ടതെന്ന് ജാതികളോട് പ്രത്യേകം പറയുകയാണ്. സർവഭൂമിയും, അങ്ങനെ ഒരു നാൾ വരുന്നു. അവിടെ പറയുന്ന 4-ാം വാക്യത്തിൽ സർവഭൂമിയും നിന്നെ നമസ്കരിച്ചു പാടും, അവർ നിന്റെ നാമത്തിന് കീർത്തനം പാടും എന്നിങ്ങനെ ദൈവത്തോട് പറവിൻ. എത്ര നല്ലൊരു വാക്യമാണത്. അതിന്റെ പൂർത്തീകരണമാണ് നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിൽ കാണുന്നത്, അല്ലെ? സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും നാവെല്ലാം അവന്റെ മുമ്പാകെ മുട്ടുകുത്തി അവനെ നമസ്കരിക്കും. നമുക്ക് ആ ഭാഗ്യം ലഭിച്ചു. അത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 7-ാം വാക്യത്തിൽ അവൻ തന്റെ ശക്തിയാൽ എന്നേക്കും വാഴുന്നു.
അവന്റെ കണ്ണ് ജാതികളെ നോക്കുന്നു, മത്സരക്കാർ തങ്ങളെ തന്നെ ഉയർത്തരുത്. അപ്പൊ ദൈവം ജാതികളെ നോക്കിയിരിക്കുകയാണ്. എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് നമുക്കറിയാം. 2 പത്രോസ് 3-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത് എന്തുകൊണ്ടാണ് കർത്താവ് വരാൻ താമസിക്കുന്നത്? എല്ലാവരും മാനസാന്തരപ്പെടാൻ ദൈവം അവസരം നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ജാതികളോടുള്ള ഒരു ആഹ്വാനമാണ്. ഈ ജാതികളെല്ലാവരും ആരെ വന്ദിക്കണം? യഹോവയെ വർണ്ണിക്കണം, ഊമ വിഗ്രഹങ്ങളെ അല്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഇസ്രായേൽ മക്കളോടുള്ള ആഹ്വാനമാണ്. ഇസ്രായേൽ മക്കളെ യഹോവയെ എന്തിനാണ് വർണ്ണിക്കുന്നതെന്ന് അവിടെ വംശങ്ങളെ നമ്മുടെ ദൈവത്തെ വാഴ്ത്തുവിൻ, അവന്റെ സ്തുതിയെ ഉച്ചത്തിൽ കേൾപ്പിപ്പിൻ. അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു, നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നുമില്ല. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ തുടർന്നുള്ള വാക്യങ്ങളിലെല്ലാം അവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളൊന്ന് നോക്കുക. നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. നോക്കുക, ഇസ്രായേൽ മക്കളെ ദൈവം എന്താണ് ചെയ്തത്? അവരെ യാക്കോബിനെ മിസ്രൈമിലേക്ക് അയച്ച് രാഷ്ട്രമാക്കി തീർത്തു. അതിനുശേഷം 400 വർഷത്തിന് ശേഷം അവർ അടിമകളായി മിസ്രൈമിൽ കഷ്ടപ്പെട്ടപ്പോൾ അവരാ ഇരുമ്പുലയിൽ നിന്ന് അവരെ വിടുവിച്ചു കൊണ്ടുവന്നു. അവർക്ക് മരുഭൂമിയിൽ 40 വർഷം നടത്തി കനാൻ കൊടുത്തു. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവർ ദൈവത്തെ മറന്നു കളഞ്ഞു. ഇവിടെ പറയുന്ന അവരെ തീയിലും വെള്ളത്തിലും കൂടെ കടക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ് ദൈവം തന്റെ ജനത്തെ തീയിൽ ഊതി കഴിച്ചത്? അവരെ ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടി. ഇന്നും അവരെ ദൈവം ശുദ്ധീകരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ ദൈവം പറയുന്നതാണ്, നിങ്ങളെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചു, നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തു, നിങ്ങൾ എന്നെ വിട്ട് മാറിപ്പോയപ്പോഴാണ് ഞാൻ നിങ്ങളെ തീയിൽ കൂടെ കടത്തി വിട്ടത് എന്നൊക്കെയാണ് ദൈവം അവരോട് പറയുന്നത്. ഞാൻ അവിടെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി എന്ന് പറയുമ്പോൾ തീയിലും വെള്ളത്തിലും കൂടെ കടക്കേണ്ടി വന്നു. അവർ വളരെ കഷ്ടത്തിൽ കൂടെ അവർ കടന്നു പോകേണ്ടി വന്നെങ്കിലും ദൈവം അവരെ മുഴുവനായിട്ട് ഉപേക്ഷിച്ചില്ല. നമുക്ക് യിരെമ്യാ പ്രവചനത്തിൽ ഒരു കാര്യം കർത്താവ് പറയുന്നുണ്ട്, യാക്കോബേ, ഞാൻ നിന്നെ ശിക്ഷിക്കാതെ വിടുകയില്ല, പക്ഷെ ഞാൻ നിന്നെ ഒരിക്കലും മുടിച്ചു കളകയില്ല എന്ന് പല പ്രാവശ്യം കർത്താവ് അവിടെ പറഞ്ഞിട്ടുണ്ട്. യാക്കോബിനോട് പറയുന്നൊരു വാക്യം അത് യിരെമ്യാ പ്രവചനത്തിലുണ്ട്. അത് വായിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട്. യിരെമ്യാ പ്രവചനം 46-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് 28-ാം വാക്യത്തിൽ, എന്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും ഞാൻ മുടിച്ചു കളയും, എങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളയയില്ല. ഞാൻ നിന്നെ ന്യായമായി ശിക്ഷിക്കും, നിന്നെ ശിക്ഷിക്കാതെ വിടുകയില്ല. ദൈവം ശിക്ഷിക്കുന്ന ദൈവമാണ്, രക്ഷിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് വിരോധമാണ്. നമ്മൾ ആ പാട്ടുകളൊക്കെ സഹോദരി പാടിയപ്പോൾ ഞാനത് ഓർക്കുകയായിരുന്നു. കർത്താവിന്റെ കൃപ, ദൈവം രക്ഷിക്കുന്നവനാണ്, എന്നാൽ ശിക്ഷിക്കുന്നവനും കൂടെയാണ്. കാരണം എന്താണ്? ദൈവത്തെ വിട്ടകന്നു പോയാൽ ദൈവം ഒരിക്കലും അത് സഹിക്കയില്ല. അതുപോലെയാണ് ഇസ്രായേൽ മക്കളെ പരിപാലിച്ചത്. 13 വരെയുള്ള വാക്യങ്ങൾ, 12 വരെയുള്ള വാക്യങ്ങളിൽ അത് പറഞ്ഞിട്ട് 13 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങൾ നോക്കുക. പിന്നീടുള്ള എല്ലാം എന്താണ് പറയുന്നത്? ഞാൻ എന്റെ വ്യക്തിപരമായ ഒരു ആരാധന, അല്ലെ? അത് എത്രയോ 13-ാം വാക്യത്തിൽ, ഞാൻ ആട്ടുകൊറ്റന്മാരുടെ സൗരഭ്യ വാസനയോടുകൂടെ തടിപ്പിച്ച മൃഗങ്ങളെ നിനക്ക് ഹോമയാഗം കഴിക്കും, ഞാൻ കാളകളെയും കോലാട്ടുകൊറ്റന്മാരെയും അർപ്പിക്കും. നോക്കുക, ഞാൻ അപ്പൊ 1 മുതലുള്ള ജാതികളോടുള്ള ആഹ്വാനമുണ്ട്, ഇസ്രായേൽ മക്കളോടുള്ള ആഹ്വാനമുണ്ട്, നമ്മളോട് ഓരോരുത്തരോടും വ്യക്തിയോടും. ആ വാക്യമാണ് ഇന്ന് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് എടുക്കാവുന്ന ഒരു വേദഭാഗമായിട്ട് എനിക്ക് തോന്നിയത്. എനിക്ക് സന്തോഷം തോന്നിയ, എന്റെ സമയം പോകുന്നു തോന്നുന്നു, സമയം ഓടിപ്പോവുക. അതുകൊണ്ട് അവിടെ പറയുന്ന 16-ാം വാക്യം, അല്ല 13-ാം വാക്യത്തിൽ ഞാൻ, പിന്നെ 14-ാം വാക്യത്തിൽ എന്താ പറയുക? ഞാൻ കഷ്ടത്തിലായിരുന്നപ്പോൾ അവയെ എൻ്റെ അധരങ്ങളാൽ ഉച്ചരിച്ച് എൻ്റെ വായാൽ നേർന്നു. ദാവീദ് നേർന്നു, അല്ലെ? ദാവീദിന് വളരെ കഷ്ടങ്ങൾ ദൈവം നൽകി. മരുഭൂമിയിൽ കൂടെ ഉഴന്നു നടക്കേണ്ടി വന്നു.
ശൗലിനെ പേടിച്ചൊക്കെ ഓടി നടന്നപ്പോഴും ദാവീദ് പറയാണ്, ഞാൻ കഷ്ടത്തിലായിരുന്നപ്പോൾ എൻ്റെ അധരങ്ങളാൽ ഉച്ചരിച്ചു. നമ്മളിപ്പോഴും കഷ്ടങ്ങൾ വരുമ്പോഴാണ് കർത്താവിനോട് പലപ്പോഴൊക്കെ പ്രാർത്ഥിക്കും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ നേർച്ച നേർന്നില്ല, അതൊക്കെ ഇപ്പൊ പറയുന്നില്ല, സമയം പോയതുകൊണ്ട് പിന്നീട് ഞാൻ പറഞ്ഞോളാം. എൻ്റെ ആയുസ്സിൽ ആദ്യമായിട്ട് ഒരു നേർച്ച നേർന്നു, ആ ദൈവം കേട്ടു. അതൊരു അത്ഭുതം തന്നെയാണ്. ഇവിടെ ദാവീദ് പല പ്രാവശ്യം നേർച്ച നേർന്നതായിട്ട് സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണാം. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് തടിച്ച ആട്ടുകൊറ്റന്മാരെ, മൃഗങ്ങളെയൊക്കെ ഹോമയാഗം കഴിക്കും, കാളകളെ കോലാട്ട് ഒക്കെ അയക്കും. പക്ഷേ കർത്താവിന് അതല്ല. നമ്മുടെ ഹോമയാഗങ്ങൾ, നമ്മുടെ യാഗങ്ങൾ, മൃഗങ്ങളെ അല്ല കർത്താവിന് ആവശ്യം. റോമാലേഖനം 12-ാം അധ്യായം 1-2 അധ്യായത്തിലെ വാക്യങ്ങൾ എന്താണെന്ന്, നാം തന്നെ യാഗമായി അർപ്പിക്കണം. കാളകളുടെ രക്തം എനിക്ക് എന്തിന്? ഞാൻ രക്തം കുടിക്കുവോ? ദൈവം പറഞ്ഞിട്ട് എനിക്ക് എന്തിനാണ്? ദൈവത്തിന് നമുക്ക് നമ്മുടെ പണം ആവശ്യമുണ്ടോ? ദൈവത്തിന് നമ്മെ ആവശ്യമുണ്ടോ? കഴിഞ്ഞ ആഴ്ച നമുക്ക് സഹോദരന്റെ വചനം നമ്മൾ കേട്ടതല്ലേ, ദൈവത്തിന് പണം ആവശ്യമുണ്ടോ? ശരിയല്ലേ? ദൈവത്തിന് നമ്മുടെ പണമൊന്നും വേണ്ട, ദൈവത്തിന് നമ്മുടെ ഹൃദയമാണ് വേണ്ടത്. ഇവിടെ കാളകളെ, മൃഗങ്ങളെ ഒക്കെ അർപ്പിക്കുന്ന ഓർമ്മ ദൈവം പറയുന്നത്, എനിക്ക് എന്തിനാണ്? ഈ കാട്ടിലുള്ളതൊക്കെ എൻ്റെ അല്ലേ, നിങ്ങൾ അതൊന്നും കൊണ്ടൊന്നും എനിക്ക് അർപ്പിക്കണ്ട. അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. 16-ാം വാക്യത്തിൽ അതിന് ഉത്തരം പറയുന്ന, സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പിൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാണന് വേണ്ടി കർത്താവ് ചെയ്ത കാര്യങ്ങൾ എത്ര വർണ്ണിച്ചാൽ മതിയാകും. ഇവിടെ ദാവീദ് അതാണ് നമ്മെ ഓർപ്പിക്കുന്നത്. വ്യക്തിപരമായിട്ട് ഇവിടെ ജാതികളോട്, ഇസ്രായേൽ മക്കളോട്, ലോകത്തോടൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും വ്യക്തികളായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ, ഇന്ന് നാം വ്യക്തികളായിട്ടാണ് വന്നിരിക്കുന്നത്, കൂട്ടമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ പോലും നാം വ്യക്തികളായിട്ട്, നമ്മെ വ്യക്തികളായിട്ട് നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നു എന്ന് നാം ഓർക്കേണ്ടതാണ്. ഇവിടെ എന്താണ് പറയുന്നത്? സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പിൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്ത് ഞാൻ വിവരിക്കാം. എൻ്റെ പ്രാണന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ വിവരിച്ചാൽ മതിയാകുമോ? സഹോദരിമാരെ, നമുക്ക് വേണ്ടി നാം ആരായിരുന്നു? പാപച്ചേറ്റിൽ കിടന്ന നമ്മെ, പാപബന്ധനങ്ങളിൽ കിടന്ന നമ്മെ, അതൊക്കെ റോമാലേഖനത്തിലൊക്കെ നാം പഠിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമ്മെ ഉദ്ധരിക്കാൻ വേണ്ടി ഒരു വലിയ വില ദൈവം പിതാവ് തൻ്റെ പുത്രനെ തന്ന്, തൻ്റെ പുത്രന്റെ രക്തം തന്ന്, അതാണ് വലിയ വില കൊടുത്ത് നമ്മെ രക്ഷിച്ചത്. പൊന്നോ വെള്ളിയോ കൊണ്ടല്ല, കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുത്തു എന്ന് പത്രോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇവിടെ പറയുന്ന സകല ഭക്തന്മാരുമായുള്ളവരെ നിങ്ങൾ ശ്രദ്ധിക്കുക. എൻ്റെ പ്രാണന് വേണ്ടി, എൻ്റെ ആ വാക്കുകൾ, ഞാനത് ഈ 13 വാക്യങ്ങൾ വായിച്ചപ്പോഴാണ് എനിക്ക് വളരെ സന്തോഷം തോന്നി. എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. സഹോദരിമാരെ, ഈ വാക്കുകൾ നമ്മളോട് ഓരോരുത്തരോടും വ്യക്തിപരമായി സംസാരിക്കുന്നത് നമുക്ക് ഓർക്കാം. അത് ഓർത്ത് നമുക്ക് അവനെ വന്ദിക്കാം. ഞാൻ എൻ്റെ വായ കൊണ്ട് അവനോട് നിലവിളിച്ചു, എൻ്റെ നാവിന്മേൽ അവന്റെ പുകഴ്ച ഉണ്ടായിരുന്നു. എന്തിനാണ് ദാവീദ് കരഞ്ഞത്? നമുക്കറിയാം. ദാവീദ് പല കാര്യങ്ങൾ ഓർത്ത് തൻ്റെ പാപങ്ങളെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്, തൻ്റെ കഷ്ടങ്ങൾ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. ദാവീദിന്റെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ എന്തെല്ലാം കഷ്ടങ്ങളിൽ കൂടെയാണ് ദാവീദ് കടന്നുപോയത്. അബ്ശലോം ദാവീദിനെ കൊല്ലുമെന്നുള്ള വന്നപ്പോൾ ദാവീദ് ചെരുപ്പിടാതെ മല കയറി ഓടിപ്പോയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോഴൊക്കെ ദാവീദ് കരഞ്ഞിട്ടുണ്ട്, അല്ലേ? വളരെയധികം കരഞ്ഞിട്ടുള്ള ദാവീദ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലുണ്ടല്ലോ. ഞാൻ എപ്പോഴും അത് ഓർക്കുമ്പോ എൻ്റെ തുരുത്തിയായിരിക്കും അവിടെ ഏറ്റവും വലിയ ഞാൻ അതുപോലെ കണ്ണുനീർ കരഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണ്. വളരെയധികം കണ്ണുനീരോടുകൂടെ എന്നെ കണ്ണുനീർ ഒഴിക്കുവാൻ കർത്താവ് അനുവദിച്ചു. എന്നാൽ ഇന്ന് സന്തോഷത്തോടുകൂടെ നിങ്ങളുടെ മുമ്പാകെ ഇങ്ങനെ ഇരുന്ന് സന്തോഷിപ്പാൻ, ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ദൈവം തന്നത് എൻ്റെ കഷ്ടത. നമുക്ക് ഓരോരുത്തർക്കും പറയാം. എനിക്കറിയാം, അവിടെ ഇരിക്കുന്ന ഓരോ സഹോദരിമാർക്കും അത് പറയാൻ സാധിക്കും. നാം കഷ്ടതയിലായപ്പോൾ, നാം കരഞ്ഞപ്പോൾ, നാം പ്രാർത്ഥിച്ചപ്പോഴൊക്കെ നമ്മുടെ കർത്താവ് കേട്ട്. ഇന്ന് പ്രാർത്ഥനയ്ക്കായി നാം കൂടി വന്നിരിക്കുകയാണല്ലോ. നമുക്ക് അനേക വിഷയങ്ങൾ പ്രാർത്ഥിപ്പാനുണ്ട്. അതൊക്കെ പ്രസന്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് പരിശോധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ എൻ്റെ വായ കൊണ്ട് അവനോട് നിലവിളിച്ചു, എൻ്റെ നാവിന്മേൽ അവന്റെ പുകഴ്ചയുണ്ടായിരുന്നു.
18-ാം വാക്യം വളരെ കുറിക്കൊള്ളേണ്ട ഒരു വാക്യമാണ്. ഞാനത് വായിക്കുമ്പോഴൊക്കെ എനിക്ക് വളരെ വളരെ വിഷമമല്ല, ഞാൻ എന്നെ തന്നെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. പ്രിയമുള്ളവരെ, ഏതെങ്കിലും തെറ്റുകൾ, ക്ഷമിക്കപ്പെടാത്ത തെറ്റുകൾ കൂട്ടിവെച്ചുകൊണ്ടാണോ നാം ഇന്ന് പ്രാർത്ഥനയ്ക്കായി വന്നിരിക്കുന്നത്? ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കയില്ല. അതിന്റെ ഉറപ്പാണ് ഈ വാക്യത്തിൽ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം. എന്താണ് 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്? നീ പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നെങ്കിൽ ദൈവത്തെ അസത്യവാദിയാക്കുന്നു. നാം എന്ത് ചെയ്യണം? ദിവസം തോറും ദിനം തോറും റോമാലേഖനം 12-ാം അധ്യായത്തിൽ നമ്മെ തന്നെ യാഗമായിട്ട് അർപ്പിക്കണം. അത് മാത്രമല്ല 1 യോഹന്നാനിൽ പറഞ്ഞിരിക്കുന്നത്, ദിനം തോറും നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ ദൈവം നമ്മുടെ പാപങ്ങളെ പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ ശക്തനാകുന്നു. പ്രിയമുള്ളവരെ, ദിവസം തോറും അതിരാവിലെ എഴുന്നേറ്റ്, ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്, അതിരാവിലെ എഴുന്നേറ്റ് ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കും. ഞാൻ എൻ്റെ ഡിവോഷനൊക്കെ ചെയ്യുമ്പോൾ കർത്താവിനോട്, കർത്താവേ, ഇന്ന് എൻ്റെ ഹൃദയത്തെ നിന്ന് ശുദ്ധീകരിക്കണം. ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്, ഒരുപാട് തെറ്റില്ലെന്ന് ഞാൻ പറയില്ല. തെറ്റുകൾ എന്നോട് ക്ഷമിക്കണം. നമ്മൾ ആ പാട്ടിലൊക്കെ കേട്ടത് അതാണല്ലോ. നമ്മുടെ തെറ്റുകളെ നാം ഏറ്റു പറയുന്നുവെങ്കിൽ, നമ്മുടെ പാവങ്ങളെ ഏറ്റു പറഞ്ഞാൽ കർത്താവ് ക്ഷമിക്കും. അങ്ങനെ ക്ഷമിക്കപ്പെട്ട് നാം ഉറപ്പ് വരുത്തി ശുദ്ധീകരണം പ്രാപിച്ചിട്ട് വേണം നമ്മെ ആരാധിക്കുവാനും പ്രാർത്ഥനയ്ക്കായി കൂടി വരുവാനും. അതാണ് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ ദാവീദ് അകൃത്യം ചെയ്ത അവനാണ്, പാപം ചെയ്തവനാണ്. എന്നാൽ 32-ാം സങ്കീർത്തനവും 51-ാം സങ്കീർത്തനവും നമുക്ക് വായിക്കും പറയാം, എന്തുമാത്രമാണ് ദാവീദ് കരഞ്ഞ് അനുതപിച്ച് പാപം ഏറ്റു പറഞ്ഞപ്പോൾ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു കൊടുത്തു, അല്ലെ? 32-ാം സങ്കീർത്തനം നമുക്കറിയാം, ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കെട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ആ അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവന്ന് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ചപ്പോഴാണ് നമുക്ക് ശുദ്ധീകരണം ലഭിച്ച ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പദവി നമുക്ക് ലഭിച്ചത്. ഇന്ന് ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പദവിയോടുകൂടെ അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അവന്റെ പാദത്തിൽ വീണ് നമസ്കരിപ്പാൻ, പ്രാർത്ഥിപ്പാൻ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഈ വാക്യം നമ്മൾ ഓരോരുത്തരും കുറിക്കൊള്ളേണ്ട ഒരു വാക്യമാണ്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയുവെങ്കിൽ കർത്താവ് കേൾക്കയില്ല. അത് വളരെ കുറിക്കൊള്ളേണ്ട ഒരു വാക്യമാണ്. ആരെങ്കിലും അങ്ങനെ ആരോടെങ്കിലും പിണങ്ങിയോ ആരോടെങ്കിലും ഏറ്റുപറയാത്ത ക്ഷമിക്കപ്പെടാത്ത പാവമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ ആരെയും വിരൽ ചൂണ്ടുന്നില്ല, എന്നോട് തന്നെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ഇത് പറയുന്നത്. ആരോടെങ്കിലും ചെയ്തിട്ടുണ്ട്, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പാദത്തിൽ നമുക്ക് വീഴാം, നമസ്കരിക്കാം, നമുക്ക് അവനെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം, ഒരുപാട് പ്രാർത്ഥന വിഷയങ്ങൾ കൊണ്ടാണ് നാം വന്നിരിക്കുന്നത്. എന്നാൽ ആ പ്രാർത്ഥനയൊക്കെ കർത്താവ് കേൾക്കണമെങ്കിൽ നമ്മുടെ ആരുടെയും പാപം, നമുക്കറിയാം ആഖാന്റെ കാര്യം യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ നമുക്കറിയാം. ആഖാൻ എന്താ ചെയ്തത്? അവൻ മോഹിച്ചു, കട്ടെടുത്ത് കൊണ്ടേ കുഴിച്ചിട്ടു. ആരും അറിഞ്ഞില്ല, ആരും കണ്ടില്ല. പക്ഷെ എന്ത് സംഭവിച്ചു? എത്രയോ വലിയ ഒരു നഷ്ടമാണ് യോശുവയ്ക്ക് ലഭിച്ചത്. ഇസ്രായേൽ മക്കൾ അവിടെ കയറി ചെന്ന് ഹായ് പിടിക്കാൻ ചെന്നപ്പോൾ തോറ്റോടി. യോശുവ കിടന്ന് കരയാണ്. ദൈവം പറയാൻ, നീ എന്തിനാ കരയുന്ന? എഴുന്നേക്ക്, നിന്റെ ഇടയിൽ പാപം വന്നിരിക്കുന്നു. എന്താണ് പാപം? വീട്ടിലെത്തപ്പോൾ ആഖാനോട് പറയാം, സ്നേഹിത മോനെ നീ എന്താ ചെയ്തത്? അവിടെ ആഖാൻ പറയുന്നു, ഞാൻ കണ്ടു, മോഹിച്ചു, വെള്ളിയെ പൊന്നെ ഇതൊക്കെ എടുത്തുകൊണ്ട് ഞാൻ കുഴിച്ചിട്ടിരിക്കുകയാണ്. എന്ത് ചെയ്തു? ആഖാനെ കല്ലെറിഞ്ഞു കൊന്നു. പ്രിയമുള്ളവരെ, ഇന്ന് അങ്ങനെയാണെങ്കിൽ നമ്മളെയൊക്കെ കല്ലെറിഞ്ഞു കൊല്ലേണ്ട അവസ്ഥയല്ലേ? നമുക്ക് രഹസ്യമായി നമ്മൾ മറച്ചു വെച്ചിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് അത് കർത്താവ് 19-21 വാക്യം നമുക്ക് വളരെ ആശ നൽകുന്നതാണ്. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന ശബ്ദം ദൈവം കേൾക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പോടുകൂടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാം, പ്രാർത്ഥിക്കാം. എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തന്റെ ദയെങ്കിൽ നിന്ന് എടുത്തു കളയാതിരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടും. ഇത് വായിക്കുമ്പോൾ എനിക്ക് കണ്ണ് നിറഞ്ഞു പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം എത്രയോ വിശ്വസ്തനാണ്, എത്ര ദയവുള്ളവനാണ്. നമ്മുടെ പ്രാർത്ഥന തള്ളിക്കളയാത്തൊരു ദൈവം. നമുക്കറിയാം, ശാപുരം 41-ാം അധ്യായം 1-2 വാക്യം ഞാൻ എപ്പോഴും വായിക്കും. നീ വെള്ളത്തിൽ കൂടെ കടന്നാലും നദിയിൽ കൂടെ മുങ്ങിപ്പോകയില്ല, തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകയില്ല. പ്രിയമുള്ളവരെ, തീയിൽ കൂടെ നമ്മൾ കടത്തി വിടും, എന്നാൽ വെന്തു പോകാതെ നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ആ കർത്താവിന്റെ പാദത്തിൽ വീട്
ഇന്ന് പാടിയ 2 പാട്ടും അതുപോലെയാണല്ലോ. അപ്പാന്ന് വിളിച്ചുകൊണ്ട് അവരുടെ പാദത്തിൽ നാം വീഴുമ്പോൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കണമെങ്കിൽ നമ്മുടെ ആരുടെയെങ്കിലും ഒരു പാപം മൂലം, എൻ്റെ പാപം മൂലം ഈ പ്രാർത്ഥന, ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന, ഇന്നത്തെ നമ്മുടെ ആരാധന, ഇന്നത്തെ ഈ പാട്ടുകളൊന്നും വ്യർത്ഥമായി പോകരുതേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ സഹോദരിമാരെ ഞാൻ ഇവിടെ നിർത്തുകയാണ്. എൻ്റെ സമയം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നു. നമ്മളെല്ലാം, ഞാൻ ആദ്യമായിട്ടൊന്നും പറഞ്ഞില്ല, നമ്മളെല്ലാം അറിയുന്ന 66 സങ്കീർത്തനം ആയതുകൊണ്ട് എനിക്ക് വളരെ എളുപ്പമായിരുന്നു. ഇത് എപ്പോഴും വായിച്ച് ധ്യാനിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തന പഠനം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് നമുക്ക് പ്രാർത്ഥനാ മുറികളിലേക്ക് പോകാം. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ കർത്താവിന്റെ മുമ്പാകെ തുറന്നു വെച്ച് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള ആ പ്രത്യാശയോടുകൂടെ തന്നെ ഇന്നത്തെ പ്രാർത്ഥന അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥന നടത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നാം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു അവസരം രാവിലെയാണ് എന്നോട് പറഞ്ഞത്. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സങ്കീർത്തനം ഞാൻ പറയുമോ 66 സങ്കീർത്തനാണോ, സാരമില്ല എന്നും പറഞ്ഞെങ്കിലും അത് വായിക്കാനും അല്പം ധ്യാനിക്കാനും ഇങ്ങനെയുള്ള ചിന്ത പരിശുദ്ധാത്മാവ് നമുക്ക് തന്നതാണ്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥനയ്ക്കായി മുട്ടുകുത്താം. താങ്ക് യു എൽസി ആൻറ്റി.